ബേപ്പൂരിൽ തീപിടിച്ച വാൻഹായ് 503 കപ്പൽ മുങ്ങുമെന്ന ആശങ്കയുണ്ട്. എഞ്ചിൻ റൂമിൽ വെള്ളം നിറഞ്ഞത് പ്രതിസന്ധി എന്ന് രക്ഷാപ്രവർത്തകർ പറയുന്നു. വെള്ളവും പതയും പമ്പ് ചെയ്ത് പുറത്തു കളയാൻ സാധിക്കുന്നില്ലെന്നും വെള്ളം കളഞ്ഞില്ലെങ്കിൽ കപ്പൽ ചെരിയാനോ അടിത്തട്ട് തകർന്ന് കടലിൽ നിന്നും വെള്ളം കയറാനോ സാധ്യതയുണ്ട്. സഹിൻ ആന്റണി നമുക്കൊപ്പം ചേരുകയാണ്. സഹിൻ, വലിച്ച് അധികം ദൂരത്തേക്ക്, അതായത് കേരള തീരത്ത് നിന്ന് ഒരുപാട് ദൂരത്തേക്ക് മാറ്റിയിരുന്നു വാൻഹായ് 503-നെ. പിന്നീട് ഒരു അഭയ തുറമുഖത്ത്, അതായത് ദുബായ് ഉൾപ്പെടെയുള്ള പല തുറമുഖങ്ങളെയും പരിഗണിച്ചിരുന്നു ഈ കപ്പൽ അറ്റകുറ്റപ്പണി നടത്താൻ സാധിക്കുന്ന വിധത്തിൽ. പക്ഷെ അതെല്ലാം അസാധ്യമായിരിക്കുകയാണോ സഹിൻ? ഇപ്പോൾ എന്താണ് മനസ്സിലാക്കാനാകുന്നത്? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ബില്ല സൂചിപ്പിച്ചതുപോലെ തന്നെ കപ്പലിനെ കൊച്ചിയുടെ തീരത്ത് നിന്നും 100 നോട്ടിക്കൽ മൈൽ ഉള്ളിലേക്ക് മാറ്റാൻ ഇന്നലെ മുതൽ തന്നെ ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. DG ഷിപ്പിംഗ് ആണ്, ഡയറക്ടർ ജനറൽ ഷിപ്പിംഗ് ആണ് ഇതിന് നിർദ്ദേശം നൽകിയിരുന്നത്. ഈ സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് കപ്പൽ മുങ്ങാനുള്ള ഒരു സാധ്യത കൂടി കാണുന്നത്. കാരണം കപ്പൽ കെട്ടിവലിക്കുന്തോറും അതിൻ്റെ പ്രതിസന്ധി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന്, ഇതിൻ്റെ എഞ്ചിൻ റൂമിൽ വെള്ളവും പതയും നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ തന്നെ കപ്പലിന് തീ പിടിച്ചപ്പോൾ അതിലെ കണ്ടെയ്നറുകൾ കടലിലേക്ക് വീഴുകയും കപ്പലിന് ഒരു ഭാഗത്ത് 15 ഡിഗ്രിയോളം ചരിവ് വരികയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിലായിരുന്നു കപ്പൽ പിന്നീട് പുക മാത്രമാകുകയും തീപിടുത്തം പൂർണ്ണമായും അണക്കാൻ കഴിയുകയും എല്ലാം ചെയ്തിരുന്നത്. അപ്പോൾ ഈ കപ്പലിലുണ്ടായിരിക്കുന്ന ഒരു ഭാഗത്തേക്ക് മാത്രം വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് തീപിടുത്തത്തെ കാര്യമായി തന്നെ ബാധിക്കാനുള്ള കപ്പൽ ചരിയാനുള്ള സാധ്യത കാര്യമായി ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വെള്ളം അവിടെ നിന്ന് പമ്പ് ചെയ്ത് കളയാനുള്ള ഒരു നീക്കം നടത്തുന്നുണ്ട്, വെള്ളവും പതയും. പക്ഷെ അത് സാധ്യമാകുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒന്ന്, പ്രതികൂല കാലാവസ്ഥയാണ്, കാറ്റും മഴയും ഇത് കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട് വെള്ളം പമ്പ് ചെയ്ത് കളയുന്നതിന്. ഒപ്പം തന്നെ എഞ്ചിൻ റൂമിൽ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ കപ്പലിൻ്റെ അടിത്തട്ട് പൊളിഞ്ഞ് കടൽ വെള്ളം കയറാനുള്ള ഒരു സാധ്യതയാണുള്ളത്, അല്ലെങ്കിൽ കപ്പൽ ചരിഞ്ഞ് കപ്പൽ മുങ്ങിപ്പോകാനുള്ള സാധ്യതയാണുള്ളത്. എന്തായാലും കപ്പലിനെ മാറ്റുവാനുള്ള ശ്രമം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും തുടരുകയാണ് എന്നുള്ളതാണ് സഹിൻ ആന്റണി റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ അതിനിടയിൽ കപ്പൽ മുങ്ങാൻ സാധ്യത കൂടുതലാണ്.